ഇന്നത്തെ എൻ്റെ റെസിപ്പി ഏത്തയ്ക്ക കൊണ്ട് ഉണ്ടംപൊരി ഉണ്ടാക്കുന്നതാണേ. അടിപൊളി ടേസ്റ്റാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കിയാലോ. ഏത്തയ്ക്ക കൊണ്ട് ഉണ്ടംപൊരി ഉണ്ടാക്കാൻ 100 ഗ്രാം മൈദയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1.5 ടേബിൾ സ്പൂൺ തേങ്ങയും 2 പഴുത്ത ഏത്തയ്ക്കായുമാണ് നമുക്ക് വേണ്ടത്. ഇത്രയും പഴുത്തതായിരിക്കണം. ഏത്തയ്ക്ക എന്നിട്ട് നല്ല സ്മാഷ് ചെയ്തെടുക്കണം. ഇതിനകത്ത് ഒട്ടും കട്ട പാടില്ല. എല്ലാം നന്നായിട്ട് സ്മാഷ് ചെയ്തതിന് ശേഷം ഓരോ പൊടികളായിട്ട് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 2 ഏത്തയ്ക്കായ്ക്കുള്ള കണക്കാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കിതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മൈദയും കോൺഫ്ലവറിൻ്റെ എല്ലാം അളവ് കൂട്ടണം. അതേപോലെ പഞ്ചസാര ഞാൻ 1 ടേബിൾ സ്പൂണേ ഇടുന്നുള്ളൂ. ഈ ഏത്തയ്ക്ക നാടൻ ഏത്തയ്ക്ക ആയതുകൊണ്ട് നല്ല മധുരമുള്ള ഏത്തയ്ക്കാണേ. അപ്പോൾ അതുകൊണ്ട് മധുരത്തിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. ഇതിൽ ഞാൻ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. ഈ ഏത്തയ്ക്കയുടെയും തേങ്ങയും എല്ലാം കൂടെ മിക്സ് ചെയ്യുന്നതല്ലാതെ വെള്ളം ഒട്ടുമേ ചേർക്കുന്നില്ല. മൈദയും കോൺഫ്ലവറും പഞ്ചസാരയും തേങ്ങയും എല്ലാം കൂടെ ഏത്തയ്ക്കായ്ക്കകത്തിട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കിട്ടാൻ. ഇനി നമുക്ക് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവറാണ് യൂസ് ചെയ്യുന്നത്. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിതെടുക്കാൻ. നമ്മളുടെ കയ്യിലാണെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് നനച്ചതിന് ശേഷം ഇതേപോലെ ഓരോ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എണ്ണയ്ക്കകത്തിടാം. എനിക്കൊരു 18 ഉണ്ടംപൊരിയാണ് ഞാൻ ഇത്രയും ഈ 2 ഏത്തയ്ക്കയിൽ നിന്ന് എനിക്ക് കിട്ടിയത്. ഒത്തിരി വലിയ ബോളും ആക്കരുത്, ഒത്തിരി ചെറുതും ആക്കരുത്. ഇതേപോലെ ഒരു മീഡിയം സൈസിൽ വേണം നമുക്ക് പൊരിച്ചെടുക്കാൻ. എന്നിട്ട് കുറച്ചൊരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് മാറ്റാം. അപ്പം നമ്മളുടെ ഏത്തയ്ക്ക ഉണ്ടംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റായിരുന്നു. നമ്മളുടെ ഏത്തയ്ക്കാപ്പം ഇല്ലേ, അതിൻ്റെ ടേസ്റ്റൊന്നും അല്ലായിരുന്നു, വേറെ ഒരു ടേസ്റ്റായിരുന്നു. പിന്നെ നമ്മളിത് കഴിക്കുമ്പോൾ ആ തേങ്ങയുടെയൊക്കെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. നമുക്ക് ഈവനിങ്ങിൽ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കും കൂടാണിത്. അതേപോലെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. എല്ലാവരും ട്രൈ ചെയ്യുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.